അല്ലാ, ഈ നേരം വരായിട്ട് ഓക്കും നീച്ച് വരാനായിട്ടില്ല എത്ര. മൂട്ടി വെയിലടിക്കുമ്പോ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടോള്. സാബിറ, സാബിറ, സാബിറ. ഈ ലോകത്ത് ഓൾക്ക് മാത്രല്ല പള്ളയിലുണ്ടായിട്ടുള്ളൂ. നീച്ച് വന്ന ഓൾക്ക് എന്താ വരിക? ഈ പെരഞ്ഞുള്ളത്തെ എല്ലാ പണികളും ഞാൻ ഒറ്റയ്ക്ക് എടുക്കണം. എടി സാബിറ. അമ്മ അല്ല പളെ, അനക്ക് ഈ നേരം വരായിട്ടൊന്നും നീക്കാരൊന്നും ആയിട്ടില്ലേ? നേരെ ഇത്ര ഇരിക്കണെന്ന് എന്റെ വിചാരം. മൂട്ടില് വെയിലടിച്ചുമ്പോൾ അവിടെ കിടന്നുറങ്ങിക്കോളുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ നീക്കാൻ നിന്നതേന്ന്, അപ്പൊക്ക് തീരെ വയ്യാതായത്. വയറിന്റെ ഉള്ളൊക്കെ നല്ല വേദനയും നല്ല ക്ഷീണവും കേടൊക്കെ ഉണ്ട്. തീരെ വയ്യ എനിക്ക്. ഒന്ന് ഡോക്ടറെ അടുത്തൊക്കെ ഒന്ന് പോയാലൊന്ന്. നിങ്ങള് പോരോ? ഇതിപ്പോ നല്ല കഥ. അനക്ക് മാത്രം ഇവിടെ പള്ളയിൽ ഉണ്ടായിട്ടുള്ളൂ. ഞാന് രണ്ടെണ്ണത്തിനെ പെറ്റിക്കണേ. ഇക്കറിയാം എന്താ ഏതാന്നുള്ളത്. മര്യാദക്ക് പോയിട്ടേ കുമ്പിട്ടിട്ട് 4 പുറം കണ്ട് അടിച്ചു വരാൻ നോക്ക്. ആ വയറിലുള്ള കുട്ടി ഒന്നും കൊണ്ട് ഉണന്നിട്ട് ഒന്ന് ഇളകിക്കോട്ടെ. ഇത് അതിന്റെ ഉള്ളിൽ എന്നെ 24 മണിക്കൂറും തിന്നാ കുടിച്ചാ കിടന്നുറങ്ങാം. അത് മാത്രമുള്ള എനിക്ക് ചിന്ത. ഈ വയറൊന്നും കൊണ്ട് അരിഞ്ഞു വിട്ടൊന്നും വേണ്ടേ? എന്നാലല്ലേ പ്രസവാവുള്ളൂ. ഇത് 24 മണിക്കൂറും ഈ കെടുക്കലും ഇരിക്കലും ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇജ്ജ് പ്രസവിക്കാനാണ്? എന്റെ മകന്റെ കുറച്ച് പൈസ ഒന്ന് ചെലവാക്കണം. അതിനല്ലേ ഇജ്ജ് നടക്കണത്? ഇളകാതിരുന്നാലല്ലേ ഓപ്പറേഷൻ ആവുള്ളൂ. എന്നാ പിന്നെ അവർക്ക് സുഖമായല്ലോ അല്ലെ? 6 മാസത്തിന് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നീച്ചാ നോക്കണ്ട. മര്യാദക്ക് പോയിട്ടേ ആ 4 പുറം ഒന്നും ഇങ്ങോട്ട് അടിച്ചു ഒരുങ്ങാണ്ട് ആ ഊരൊക്കെ ഒന്നിട്ട് അയഞ്ഞോട്ടെ. എങ്ങനെ കെടുക്കാൻ നിക്കണ്ട. വേഗം വന്നോട് പുറത്തേക്ക്. ഡോക്ടർ പറഞ്ഞല്ലോ കാണിക്കാൻ ചെല്ലണം. അന്നാണ് പോയാ മതി. ഏത് സമയം ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോവാൻ ഇവിടെ ഇങ്ങനെ പൈസ ഇങ്ങനെ നിറഞ്ഞിരിക്കാണല്ലോ. ഇജ്ജ് വേഗം ചെല്ലി, വേഗം പണിയോട് നോക്കൂടി. തലക്ക് ചുറ്റുണ്ടല്ലോ പഠിച്ചോനെ. പോയിരിക്ക.